സോ കീം 2024 പ്രൈവറ്റ് ആൻഡ് IHRD കോളേജ് ഓപ്ഷൻസ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ റാങ്ക് 15K ആയിക്കോട്ടെ 50K ആയിക്കോട്ടെ, നിങ്ങൾ ഈ വീഡിയോ സിസ്റ്റമാറ്റിക്കായിട്ട് ഒന്ന് കാണാം. ആദ്യം ഈ ഡിസ്ക്ലെയിമർ ഒന്ന് വായിക്കുക. ഈ കോളേജുകളുടെ ഓപ്ഷൻസ് ഒക്കെ കീം 2023 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും എൻ്റെ പേഴ്സണൽ കണക്ഷൻസും സ്റ്റുഡൻസിനോടുള്ള ഫീഡ്ബാക്ക് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ കോളേജുകൾ എടുത്തിട്ടുള്ളത്. എൻ്റെ പേഴ്സണൽ റിസർച്ചും കാര്യങ്ങളും വെച്ചിട്ട് ഒരു കാര്യം കൂടി പറയാം. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എടുത്താലും ബാക്കി ബ്രാഞ്ചുകളായിട്ടുള്ള സിവിൽ, EC, EEE, MEC എക്സെട്ര ആ ബ്രാഞ്ചുകൾക്കും നിങ്ങൾക്ക് ഈ സെയിം കോളേജ് ഓപ്ഷൻ ഓർഡർ തന്നെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഓർഡറും ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. ഒരു നിർബന്ധമില്ല. പക്ഷേ നിങ്ങളുടെ കുറേ സ്റ്റുഡൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളടുത്ത് പറയാം. പ്രൈവറ്റ് ആൻഡ് IHRD കോളേജിൽ പോകുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അവിടെ ഗവൺമെൻറ് കോളേജ് പോലത്തെ കാര്യങ്ങളല്ല. സ്ട്രിക്റ്റ് ഉണ്ടാവും, ഫ്രീഡം കുറച്ച് കുറയും, ക്യാമ്പസ് ലൈഫ് കുറയും, ഇൻഫ്രാസ്ട്രക്ചർ കുറവായിരിക്കും. IHRD കോളേജുകളാണ് വീണ്ടും ഇൻഫ്രാസ്ട്രക്ചർ കുറയുക. ഗവൺമെൻറ് കോളേജ് നോക്കാം, പ്ലേസ്മെൻറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. ചില കോളേജിൽ സൂപ്പർ പ്ലേസ്മെൻറ്റ് ഉണ്ടാവും, ചില കോളേജിൽ പ്ലേസ്മെൻറ്റ് കുറയും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ IHRDൻ്റെ അത്. അപ്പോൾ ഈ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗവൺമെൻറ് CET പോലത്തെ മികച്ച കോളേജുകളെക്കാളും ടോപ്പ് പ്ലേസ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു കോളേജ് തന്നെയാണ്. ചില ഇയറിൽ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം സിസ്റ്റമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. നിങ്ങളുടെ ചോയ്സ് ആണ്. നമ്മൾ ആദ്യം IHRD കോളേജ് ഓപ്ഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. IHRD നിങ്ങൾ പറയുമ്പോൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജും SCT ട്രിവാൻഡ്രത്തിന് ശേഷം മാത്രമേ ഏതെങ്കിലും ഒരു IHRD കോളേജ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊരു ടോപ്പ് 2 വരുന്ന സൂപ്പർ കോളേജസ് ആണ് ഇത് രണ്ടും. ഈ രണ്ട് കോളേജ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ക്യാമ്പസ് ചെറുതാണ്. ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞാൽ SCT ആണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ പ്ലേസ്മെൻറ്റിൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് വളരെ സൂപ്പറാണ്. ഒരു കാര്യം ഞാൻ വീണ്ടും പറയാം, ഞാൻ CSEൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ സെയിം സാധനം തന്നെ നിങ്ങൾക്ക് EC, EEE, MEC, സിവിൽ ഇതിനൊക്കെ ഈ ഒരു ഓർഡറിനെ ഫോളോ ചെയ്താൽ മതി. കാരണം ഞാൻ ലാസ്റ്റ് റാങ്ക് നോക്കി മനസ്സിലായി. കാരണം CSEക്കും കാരണം CSE തമ്മിൽ ബാക്കിയുള്ള ബാക്കിയുള്ള ബ്രാഞ്ചുകളിലോട്ട് പോകുമ്പോൾ വളരെ സ്മൂത്താണ് കാര്യങ്ങൾ. ഇതേപോലെ ഒന്നുമില്ല. ഇപ്പോൾ 1.7K മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ CS വേണമെങ്കിൽ MEC വരുമ്പോൾ അത് കൂടാണ്. 15K 16K 20 റേഞ്ചിലോട്ടൊക്കെ പോകും. പിന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ, ഇത് IHRDന് അണ്ടറിൽ വരുന്ന ഒരു വൺ ഓഫ് ദ ഫൈനസ്റ്റ് കോളേജാണ്. എല്ലാ വർഷവും അത്യാവശ്യം നല്ലൊരു കുട്ടികൾ പ്രിഫർ ചെയ്യുന്ന ഒരു കോളേജ് തന്നെയാണ്. പിന്നെ വീണ്ടും പറയുകയാണ്, IHRD കോളേജുകളിൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കുറവാണ്, ക്യാമ്പസ് ലൈഫും ഡിഫറൻ്റ് ആണ് ഫ്രം ഗവൺമെൻറ് കോളേജ്. മനസ്സിൽ അത് എന്തായാലും ഉണ്ടാവണം. നെക്സ്റ്റ് കോളേജ് ഓഫ് പിന്നെ LBS കാസർഗോഡ്, ഇത് ഞാൻ വടകരയല്ല കേട്ടോ കൊടുത്തത്. 5th ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ തലശ്ശേരിയിൽ എന്ന് പറഞ്ഞൊരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരിയാണ്. അത് മറന്നുകൊണ്ട തലാന്ന് കൊടുക്കുന്നുണ്ട്. തല ഫോർ എ റീസൺ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ CEC വടകര എന്നുള്ളത് മാറ്റിയിട്ട് CEC തലശ്ശേരി, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരി കണ്ണൂരിൽ വരുന്ന ഒരു കോളേജാണ്. പിന്നെ CEC പെരുമോൺ കൊല്ലത്താണെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത് പിന്നെ ഇവിടെയാണ് വടകര വരുന്നത്. ഈ ഓപ്ഷനിൽ വടകര ശരിയാണ്. പിന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാസർഗോഡ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാർ. ഇതിന് ശേഷം കുറേ IHRD കോളേജുകളുണ്ട്. ആറ്റിങ്കൽ, പെരിന്തൽമണ്ണ, അങ്ങനെ കുറേ കോളേജുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കോളേജ് ഓപ്ഷൻസൊക്കെ ഇനിയുള്ള ലാസ്റ്റ് റാങ്ക്സ് വെച്ച് നോക്കുക. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള കോളേജ് ഏകദേശം ഇതൊരു 30K വരെയുള്ള IHRD കോളേജുകൾ എടുത്തിട്ടുണ്ട്. കാരണം ബാക്കി നമ്മൾ പ്രൈവറ്റിലോട്ടാണ് പോകുന്നത്. കാരണം എനിക്ക് തോന്നി ബാക്കി നിങ്ങൾ പ്രൈവറ്റിലോട്ട് നോക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഈ ഒരു റേഞ്ച് ഓപ്ഷൻസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്ന് ചോദിക്കുക. അപ്പോൾ ഇനി നമുക്ക് പ്രൈവറ്റ് കോളേജിലോട്ട് നമ്മൾ പ്രൈവറ്റ് കോളേജ് ഓപ്ഷൻസ് ആണ് കൊടുക്കാൻ പോകുന്നത്. സോ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ റാങ്ക് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കീം 2023 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നാണ്. അതായത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. പക്ഷേ ഇത് തന്നെ നിങ്ങൾ EC, EEE, MEC, സിവിലിനൊക്കെ യൂസ് ചെയ്താൽ മതി. ഒരു പ്രശ്നമില്ല. കാരണം സെയിം ഓർഡറിലാണ് ഏകദേശം പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രൈവറ്റ് കോളേജിൽ സീറ്റ് കിട്ടാൻ ജസ്റ്റ് 48K 50K റാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് കിട്ടുന്ന രീതിയിലാണ് ലാസ്റ്റ് റാങ്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളൊരു ഓർഡർ ആക്കിയതാണ് ഈ ലാസ്റ്റ് റാങ്ക് നോക്കിയിട്ടും ബാക്കി സ്റ്റുഡൻസിൻ്റെ റെഫറൻസ് എടുത്തത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഒരു ഓർഡർ തന്നെയാണ് നിങ്ങൾ കൂടുതൽ ഈ M എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ട, അത് അറിയാതെ ഇടയിൽ വന്നു പോയതാണ്. അപ്പോൾ ഈ ഒരു ഓർഡറിലായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത് കോളേജ് ഓപ്ഷൻസ്. ഒരു കാര്യം കൂടി പറയാം, ഇതിൽ ഏത് കോളേജ് എടുത്താലും അവിടെ അത്യാവശ്യം സ്ട്രിക്ട്നെസ് ഉണ്ടാവും. ഫ്രീഡത്തിൻ്റെ കാര്യമൊക്കെ അത്യാവശ്യം കുറവായിരിക്കും. ക്യാമ്പസ് ലൈഫൊക്കെ കുറച്ച് കുറയും ഗവൺമെൻറ് വെച്ച് നോക്കുമ്പോൾ. ബിക്കോസ് ഇറ്റ്സ് എ പ്രൈവറ്റ് കോളേജ്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങളെ പറ്റി നല്ല അറ്റ്മോസ്റ്റ് കെയർ ഒക്കെ കൊടുക്കും ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യങ്ങൾ മീൻസ് കെയർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ഒരു ശ്രദ്ധ ആ ഒരു കാര്യം കൂടുതലായിരിക്കും അവിടെ. അത്ര മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു ഓർഡർ തന്നെ കൊടുക്കുക. രാജഗിരി, മുത്തൂറ്റ്, ഫിസാറ്റ്, മാർ ബെസീലിയസ്, ക്രൈസ്റ്റ് കോളേജ്, സെയിൻറ്റ് ഗിറ്റ്സ്, സെൻറ്റ് ജോസഫ് കോളേജ് കോട്ടയത്താണ്. സെയിൻറ്റ് ഗിറ്റ്സും കോട്ടയത്താണ്. പിന്നെ വിശ്വജ്യോതി, പിന്നെ ആദിശങ്കര, അങ്ങനെ ആദിശങ്കര എറണാകുളത്താണ് വരുന്നത്, കാലടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. പിന്നെ ഫിസാറ്റ് എറണാകുളത്താണ്, മുത്തൂത്ത് എറണാകുളത്താണ്, രാജഗിരി എറണാകുളം എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റാണ്. ഇതൊക്കെ എറണാകുളം റീജിയനിൽ വരുന്ന കോളേജുകളാണ്. അപ്പോൾ ഇതായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ ഒരു 10 ഓപ്ഷൻസ് പ്രൈവറ്റ് കോളേജിൻ്റെ ഓർഡർ കൊടുക്കുമ്പോൾ. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ കോളേജിൻ്റെ ഓപ്ഷൻസ് വളരെ മനസ്സിലാക്കി ഒരു ബുക്കിലേക്ക് എഴുതിയിട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം കേട്ടോ.
അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത സെറ്റ് ഓഫ് കോളേജസ് ആണ്. അടുത്ത സെറ്റ് ഓഫ് കോളേജ് എന്ന് പറഞ്ഞാൽ SCMS MES കുറ്റിപ്പുറം. ഇത് MES കുറ്റിപ്പുറമാണ്, ശ്രദ്ധിക്കണം. പിന്നെ ടോക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് SCMSും ടോക്കൊക്കെ എറണാകുളം റീജിയണൽ സ്ഥലത്താണ് വരുന്നത്. പിന്നെ വിദ്യ അക്കാഡമി അത് തൃശ്ശൂരിലാണ്. പിന്നെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. ജ്യോതിയൊക്കെ ഏകദേശം ഒരു 30K റേഞ്ചൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോളേജ് തന്നെയാണ്. ഇതൊക്കെ CSE ഓർഡറിലാണ്. ബാക്കി ബ്രാഞ്ചുകൾക്കൊക്കെ CSEക്ക് ഇത്രയാണ്, ബാക്കിയൊക്കെ 40, 35, 40 ആ റേഞ്ച്, 45, 50 ആ റേഞ്ചൊക്കെ ഉള്ളവർക്ക് സുഖസുന്ദരമായിട്ട് അഡ്മിഷൻസ് കിട്ടും. നിങ്ങൾ അഡ്മിഷൻസ് കിട്ടാതെ ഒന്നും ആയിപ്പോയില്ല പ്രൈവറ്റ് കോളേജ് ഉള്ളതുകൊണ്ട്. ഒരു കാര്യം സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ പറയണം, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടില്ല. ലാസ്റ്റ് റാങ്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ജസ്റ്റ് കീം ക്വാളിഫൈ ആവുക. പിന്നെ മാനേജ്മെൻറ്റിൽ കുറേ പേര് സീറ്റ് എടുക്കേണ്ടി വരാം, അത് വേറെ രീതിയാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ അമൽ ജ്യോതി എന്ന് പറയുന്ന ഒരു കോളേജ് അത്യാവശ്യം നല്ല കോളേജ് തന്നെയാണ്. ഇത് വേണം നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഒരു 6th ഓപ്ഷനിലൊക്കെ കൊടുക്കാൻ പറ്റും. എന്തുകൊണ്ട് ഇത് 16th വന്നു വെച്ചാൽ ലാസ്റ്റ് റാങ്ക് നോക്കുമ്പോൾ അത് അങ്ങനെയാണ് കണ്ടത്. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സ്റ്റുഡൻറ്റ് സൂയിസൈഡ് ചെയ്തിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം കാരണം ആണ് ഈ ഒരു കോളേജിന് കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ പുറകോട്ട് പോകേണ്ടി വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് വലിയൊരു ഇഷ്യൂ തന്നെ ആയിരുന്നു. അവരുടെ ഓവർ സ്ട്രിക്ട്നെസ് ആയിരുന്നു അതിൻ്റെ റീസൺ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അത് നിങ്ങളത് വിടുക. പിന്നെ അമൽ ജ്യോതി ആണ് ഈ കോളേജിൻ്റെ പേര്. ഇത് വിമൽ ജ്യോതിയാണ്. ഇത് MEA കോളേജാണ്. ഇത് സഹൃദയ തൃശ്ശൂർ. ഇത് അത്യാവശ്യം നല്ലൊരു, എൻ്റെ ഒരു ഫ്രണ്ട് പഠിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ മെഡിക്കലോ അല്ല ബയോടെക്നോളജി, ബയോടെക്നോളജി ആണ് പഠിക്കുന്നത് തോന്നുന്നു. ഞാൻ നല്ലൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ആൾ പറഞ്ഞത് അത്യാവശ്യം നല്ല ഫ്രീഡം കാര്യങ്ങൾ, വൈഭവൻ്റെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പറഞ്ഞാൽ അത്യാവശ്യം ഓക്കെയാണ്. അവിടെ ഫ്രീഡം കാര്യങ്ങൾ കുറച്ചുള്ളൊരു കോളേജ് തന്നെയാണ് സഹൃദയ, മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ വിമൽ ജ്യോതി, അമൽ ജ്യോതി, MEA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ ഒരു കോളേജുകളൊക്കെയാണ് ഞാൻ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഈ കോളേജുകൾ ഞാൻ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്ത കോളേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു എന്താ പറയുക, ഇപ്പോൾ നിങ്ങളുടെ റാങ്ക് ഇപ്പോൾ CS ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു ബ്രാഞ്ചായാലും ഒരു 15K അല്ലെങ്കിൽ ഒരു 15K നമ്മുടെ ഒരു 15K മുതൽ ഒരു 48K ഈ റേഞ്ച് റാങ്ക് അല്ലെങ്കിൽ 50K റാങ്ക് ആയാലും നിങ്ങൾക്ക് ഈ ഒരു കോളേജുകൾ എഫോർഡ് ചെയ്യാൻ പറ്റും. ഇതിന് ശേഷം കുറേ കോളേജിൻ്റെ ഓപ്ഷൻസ് അവൈലബിൾ ഉണ്ട്. ഇതിന് ശേഷം നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് നോക്കിയിട്ട് തന്നെ സെലക്ട് ചെയ്യാം. ഞാനൊരു ആദ്യത്തെ ഈ ഒരു റേഞ്ചിലുള്ള ആൾക്കാർക്കാണ് മെയിൻ ഉദ്ദേശിച്ചത്. അതേപോലെ ഒരു 4K ഇപ്പം SCTയിൽ നിങ്ങൾ കണ്ടു 4K ആണ് CSEക്ക് വേണ്ടിയത്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു 1K റേഞ്ച് 1.7K ആണ് നിങ്ങൾക്ക് IHRD നോക്കുമ്പോൾ. അപ്പോൾ ആ റേഞ്ച് IHRD മുതൽ നമ്മുടെ എന്ന് വെച്ചാൽ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ 1.7K മുതൽ ഒരു എത്ര റാങ്ക് വരെ നമുക്ക് കൂട്ടാൻ പറ്റും, ഒരു 49K റേഞ്ച് റാങ്ക് വരെയുള്ള എല്ലാ കോളേജുകളും നമ്മൾ ഈ വീഡിയോനകത്ത് മാക്സിമം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കോളേജിൻ്റെ ഓപ്ഷൻ കൊടുക്കുക, ഇനിയൊരു ബുദ്ധിമുട്ട് വരില്ല എന്ന് ഞാൻ വരയ്ക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് അടിക്കുക. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അത് ഞാൻ വീണ്ടും പറയണമെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കോളേജ് ഓപ്ഷൻസ് കൊടുത്തുള്ളൂ. എല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഓർഡർ കൊടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ഇൻ്റർചേഞ്ച് ചെയ്യാം. ഞാൻ എൻ്റെ റിസർച്ച് പ്രകാരമാണ് കണ്ടത്. അപ്പോൾ പ്രൈവറ്റ് കോളേജുകൾ ഇങ്ങനെയാണ് കൃത്യമായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ IHRD നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഒന്നുകൂടി പറയണേ, കമൻറ്റ് ചെയ്യുക. സോ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബേഴ്സൊക്കെ കുറച്ച് കുറവാണ്, ഇഷ്ടപ്പെടുകയാണ് മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, not for me.